നമ്മൾ പഴയ സിനിമയിൽ പറയുന്നത് പോലെ ജയിൽ പഴയ ജയിലല്ല, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ ജയിലിന്റെ പേര് തന്നെ ഇപ്പോ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ്. കറക്ഷണൽ സർവീസസ് ഒരു തെറ്റുതിരുത്തൽ കേന്ദ്രമാണ്. ഫുട്ബോൾ കളിയിൽ അല്ലെങ്കിൽ ഒരു കളിയിൽ നിയമമുണ്ട്. ആ നിയമം തെറ്റിക്കുമ്പോൾ ആ കളിയിൽ നിന്ന് ആദ്യം യെല്ലോ കാർഡ്, പിന്നെ റെഡ് കാർഡ് കാണിച്ച് അവരെ കളിയിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ നമ്മുടെ ജീവിതം സുഖമാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ട്രാഫിക് നിയമങ്ങൾ. ട്രാഫിക് നിയമങ്ങൾ എന്തിനാ വെച്ചിട്ടുള്ളത്? നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ തിരക്കേറിയ റോട്ടിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്വൈര്യമായിട്ട് സഞ്ചരിക്കുന്നതിന് ഒരു നിയമങ്ങൾ വെച്ചിട്ട് ഈ വലതുവശത്ത് കൂടെ നടക്കണം, ഇടതുവശത്തൂടെ അങ്ങനെ പോകണം. പിന്നെ വൺ വേകളുണ്ട്, അവിടെ റൗണ്ട് അബൌട്ട് ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് തെറ്റിക്കുമ്പോൾ ആ നിയമം തെറ്റിച്ചു, നിയമം ലംഘിച്ചു, അപ്പൊ അതിന് ഒരു ശിക്ഷയുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത്. അപ്പോൾ അത്തരം ലംഘകർക്ക്, നിയമലംഘകർക്ക് നിയമം അനുശാസിക്കുന്ന ചില കുറെ ശിക്ഷകളുണ്ട്. അത് കോടതിയിൽ കൊണ്ടുപോകുന്നു. കോടതിയിൽ കൊണ്ടുപോയിട്ട് അവരെ കുറ്റം തെളിഞ്ഞാൽ അവർ ജയിലിലേക്ക്. ജയിലിൽ വരുന്നതോടുകൂടി അവർ മനുഷ്യരല്ലാതാവുന്നില്ല. അവർക്ക് എല്ലാ മനുഷ്യാവകാശങ്ങളും ഉണ്ട്. പക്ഷെ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് ടേക്കൺ അവേ ഫ്രം ബൈ ദ കോർട്സ് ഓഫ് ലോ. നമ്മൾ നിയമം അനുസരിച്ച് കോടതി അവരുടെ സ്വാതന്ത്ര്യത്തെ അവിടെ മാറ്റിയിട്ട് ജയിലിലേക്ക് അയക്കും. ജയിലിനപ്പോൾ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എവിടേക്കും പോകാൻ പറ്റില്ല. പക്ഷെ ജയിലിനകത്തൊരു ലോകമുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ അവർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, ദേ ഹാവ് സം പ്രോബ്ലം വിത്ത് സൊസൈറ്റി, ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിയാക്കണം. ശരിയാക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് അവരെ തിരിച്ച് നമ്മൾ സൊസൈറ്റിയിലേക്ക് തന്നെ വിടണം. അപ്പൊ എങ്ങനെയാണ് ഒരാളെ കറക്റ്റ് ചെയ്യുക? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്കറിയാം, നിങ്ങളും നിങ്ങളുടെ കൊളീഗ്സും ഒക്കെ വികൃതി കാണിക്കുന്നു, ടീച്ചർമാർ പറയുന്ന അനുസരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നു, കുറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടീച്ചർമാർ അതിനുള്ള ശിക്ഷകൾ നിങ്ങൾക്ക് തരും. അതായത് ചിലപ്പോൾ ചെവിക്ക് പിടിക്കലായിരിക്കും, ചിലപ്പോൾ ശാസിക്കലായിരിക്കും, ചിലപ്പോൾ ഇമ്പോസിഷൻ ചെയ്യലായിരിക്കും. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കൂടുതൽ ഗ്രീവിയസ് ആണെങ്കിൽ പാരന്റ്സിനെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറയും. അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കറക്റ്റീവ് മെഷേഴ്സ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും തന്നെ, ഇപ്പൊ ഞാനടക്കം എല്ലാവരും തന്നെ സ്കൂളുകളിലും കുട്ടികളായിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ എല്ലാവർക്കും വിമുഖതയാണ്. ഉപദേശങ്ങൾ കേൾക്കുന്നതിൽ വലിയ താല്പര്യവുമില്ല ആർക്കും. അപ്പോൾ അതിനെതിരെ എപ്പോഴും നമ്മളൊരു ടെൻഡൻസി ഉണ്ട്. ലോകം മുഴുവൻ തന്നെയാണ്. ലോകം മുഴുവൻ തന്നെ ഓർഡറിലേക്കല്ല പോവുക, ഡിസോർഡറിലേക്കാണ് പോവുക. അങ്ങനെ ഒരു തിയറി തന്നെയുണ്ട്. ഫിസിക്സിൽ പറയും ഡെൽറ്റ എസ് ഈസ് ഇൻക്രീസിങ്, അതായത് എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ് എന്ന് പറയും. ലോകം എപ്പോഴും ഡിസോർഡർ ആവാനാണ് ശ്രമിക്കുന്നത്, ഓർഡർ ആവാനല്ല. അപ്പോ പക്ഷെ അങ്ങനെ ഡിസോർഡർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം സുഖത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയാണ്, ഓർഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ചില നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ജയിലിൽ വരുന്നു. ജയിലിൽ വരുമ്പോൾ അവരുടെ കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ ഓരോന്ന് കൊടുത്തിട്ട്, അവരെ ട്രെയിൻ ചെയ്യിച്ചിട്ട്, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ട്, എഡ്യൂക്കേറ്റ് ചെയ്തിട്ട്, ചില കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടൊക്കെ നമ്മളെ ഇങ്ങനെയും ജീവിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുക. മറ്റേ നമ്മൾ അതുവരെ ചെയ്തിരുന്ന പ്രവർത്തികൾ അത്ര ഓക്കെ അല്ല, അത് സൊസൈറ്റിക്കോ നിയമത്തിനോ ഒന്നും ഓക്കെ അല്ല, അത് ഓക്കെ ആവണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ജയിൽ ചെയ്യുന്നത്. ജയിൽ ഒരു ക്യാമ്പസാണ്, വലിയൊരു ക്യാമ്പസാണ്.